എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ജൂൺ 12-ാം തീയതി വരെ അപേക്ഷാ ഫീസും ജൂൺ 15-ാം തീയതി വരെ അപേക്ഷ കൺഫേം ചെയ്യുന്നതിനും അവസരം ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോയായി മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. lbscenter.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കാൻ സാധിക്കുക. ഈ ഒരു അപേക്ഷയ്ക്ക് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകി ആ ഒരു ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ എന്നിവയൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതുപോലെ പാസ്വേഡും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ എന്നിങ്ങനെ 2 സെപ്പറേറ്റ് നമ്പേഴ്സ് ഉണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു നമ്പേഴ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു അപേക്ഷ മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ BSc അതുപോലെ തന്നെ BSc നഴ്സിംഗ്, BSc MLT അതുപോലെ പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി അതുപോലെ BPT, BCVT, BASLP അതുപോലെ BOT, ഡയാലിസിസ് ടെക്നോളജി അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി അതുപോലെയുള്ള കോഴ്സുകളിലേക്കാണ് ഈ ഒരു പ്രവേശനം നടത്തപ്പെടുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ് അംഗീകരിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് LBS സെൻറ്റർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറിക്ക് അതുപോലെ തന്നെ സർവീസ് കോട്ട കാറ്റഗറിക്ക് 800 രൂപയും അതുപോലെ തന്നെ SC ST കാറ്റഗറിക്ക് 400 രൂപയുമാണ് ഫീസ് ഇനത്തിൽ വരിക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ള രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റ് എന്നുള്ളത് ഈ ഒരു അപേക്ഷയുടെ ആ ഒരു ഫോം, അതായത് നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് എന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ എടുത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ്വേഡ് നൽകുന്നതിനും അതുപോലെ തന്നെ പുതിയ രജിസ്റ്റർ നമ്പർ അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ എന്നിങ്ങനെ 2 രീതിയിലാണ് ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അതായത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഭാഗമുണ്ട്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറൊക്കെ നൽകി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചലാൻ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചോദിക്കും. ചലാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ പോയി കൊണ്ടാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ 24 ഹവേഴ്സിന് ശേഷമാണ് ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യാൻ സാധിക്കുക. ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബാക്കി സ്റ്റെപ്പുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഒരു ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഒരു ലിങ്ക് നിങ്ങളുടെ ആ ഒരു വെബ് പേജിൽ കാണുന്നതായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആണ് നിങ്ങളുടെ ആ ഒരു ഫോട്ടോസും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ ഒരു വൈറ്റ് പേപ്പറിലിട്ട സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് തന്നെ അതായത് ആക്റ്റീവായിട്ടുള്ള നമ്പർ തന്നെ നൽകേണ്ടതാണ്. കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും ആ ഒരു മൊബൈൽ ഫോൺ സിം കട്ടായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ നൽകുന്ന സമയത്ത് ആൾട്ടർനേറ്റീവായിട്ടുള്ള നമ്പർ കൂടി നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇമെയിൽ ഐ ഡി ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ഐ ഡി ആയിരിക്കും നൽകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളാണ്. ഒന്നാമത്തെ നിങ്ങളുടെ നാറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്തുള്ള ഏതൊരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, ഇതിലൊക്കെ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കേരളത്തിന് പുറത്തുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ് പേർപ്പസ് എഡ്യൂക്കേഷൻ പേർപ്പസിലുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ ബന്ധപ്പെട്ട ആ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ OBC അല്ലെങ്കിൽ SCBC, അതായത് SCBCയിൽ OBCയും കുറേ കാറ്റഗറി ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ OEC കാറ്റഗറി ഉള്ളവരാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തരുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. 1 വർഷം മാത്രമാണ് അതിൻ്റെ വാലിഡിറ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ SC ST കാറ്റഗറി ഉള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. അത് തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ EWS കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നൽകുന്ന EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ എഡ്യൂക്കേഷണൽ പർപ്പസ് അതുപോലെ സ്റ്റേറ്റ് പർപ്പസ് ആയിരിക്കണം. അതായത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള രീതിയിലുള്ള അതായത് സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് സാമ്പത്തിക സംവരണം ആനുകൂല്യം ഉള്ളവരാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിലായാലും അല്ലെങ്കിൽ
സെൽഫ് ഫിനാൻസ് കോളേജിൽ മെറിറ്റ് സീറ്റിലായാലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളോ അതായത് ഫീസ് ആനുകൂല്യങ്ങളോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ചില കോളേജുകളിൽ ഈ ഒരു മൈനോറിറ്റി സീറ്റുകളുണ്ടാകും, മൈനോറിറ്റി കോട്ട സീറ്റ് ഉണ്ടാകും. ആ ഒരു സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അതായത് മൈനോറിറ്റി കോട്ട സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. SSLC സർട്ടിഫിക്കറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല. അതുപോലെ തന്നെ അതായത് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ മുമ്പ് തയ്യാറാക്കിയ ആ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തത് ഈ ഒരു ബർത്ത് ഡേറ്റ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അതായത് 10th സർട്ടിഫിക്കറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ NRI കോട്ടയിലുള്ള സീറ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ NRI കോട്ടയിലേക്ക് നിങ്ങളുടെ ബന്ധുക്കൾ അതായത് അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഈ ഒരു ഹോം പേജിൽ കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഇവിടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വേരിയസ് റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ഏതൊക്കെയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ EWS കാറ്റഗറിയുള്ളവർ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും നിങ്ങൾ ഈ ഒരു സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ജനന സ്ഥലമോ അല്ലെങ്കിൽ ജനന തീയതിയോ രേഖപ്പെടുത്താത്തതാണ് എങ്കിൽ സ്ഥലം രേഖപ്പെടുത്താത്തത് ആണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നൽകുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ NRI കോട്ടയിൽ നിങ്ങൾക്ക് NRI സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റും സ്പോൺസറുടെ പാസ്പോർട്ട് സൈസ് കോപ്പി, അതുപോലെ തന്നെ ഈ ഒരു റവന്യൂ അധികാരികളിൽ നിന്ന് ലഭിച്ച റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ സഹോദരനാണോ ആരാണ് ഈ ഒരു NRI എന്നുള്ള ഡീറ്റെയിൽസിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ള അപേക്ഷകർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള അതായത് 40% അതിന് മുകളിലോ ഉള്ളവർക്കാണ് ഈ ഒരു സീറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു മെഡിക്കൽ ബോർഡിൽ നിന്ന്, അത് ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സ്പോർട്സ് കോട്ടയിലേക്കാണ് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റൗട്ടും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും നിങ്ങൾ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിൽ അപേക്ഷാ സമർപ്പണത്തിന് ഏകദേശം അവസാന തീയതിക്ക് മുൻപായിട്ട് അയച്ചു കൊടുക്കണം. അല്ലാതെ പക്ഷം സ്പോർട്സ് കോട്ട സീറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രത്യേക സംവരണം, അതുപോലെ ഫീസ് ആനുകൂല്യങ്ങൾക്ക് അർഹരായിട്ടുള്ളവർ അവരുടെ എന്താണ് റിസർവേഷൻ ഉള്ളത് ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് അത് സ്കാൻ ചെയ്ത കോപ്പികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മൈനോറിറ്റി സീറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു മൈനോറിറ്റി സീറ്റിൽ അത് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ആണ് ഈ ഒരു മൈനോറിറ്റി സീറ്റുകളുള്ളത്. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു സീറ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകിയ ശേഷം അതായത് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ +2 കഴിഞ്ഞിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണ്, അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ആ ഒരു മാർക്ക് ചിലപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. അതേസമയം നിങ്ങൾ മുൻ വർഷങ്ങളിൽ ഈ ഒരു ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു +2ൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമുള്ള സ്റ്റെപ്പാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിൻ്റെയും പ്രിവ്യൂ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പരിഹരിച്ച ശേഷം നിങ്ങൾക്ക് അതായത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തത് വാലിഡിറ്റി കഴിഞ്ഞു പോയിട്ടുള്ള ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് 1 വർഷം വാലിഡിറ്റിയാണുള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് 3 വർഷവും, അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല, അതായത് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതാണെങ്കിൽ കഴിയാത്ത ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യണം. ഈ ഒരു രീതിയിൽ റിസർവേഷൻ വേണ്ട ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. അപ്പോൾ ജൂൺ 12-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും അതിനുശേഷം ഈ ഒരു ജൂൺ 15-ാം തീയതി വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുന്നതിനുമുള്ള അവസരമുണ്ട്. കൺഫേം ചെയ്ത ശേഷം പിന്നീട് റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി കഴിഞ്ഞാൽ പിന്നീട് സൂക്ഷ്മ പരിശോധന നടക്കും. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസൊക്കെ LBS സെൻറ്ററിൽ നിന്നും പരിശോധിച്ച് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോൺ വഴിയോ അല്ലെങ്കിൽ അതായത് ഫോൺ വഴിയല്ല, സാധാരണഗതിയിൽ പ്രൊഫൈൽ വഴിയാണ് ആ ഒരു മെസ്സേജൊക്കെ വരാറുള്ളത്. അപ്പോൾ ആ ഒരു നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റ് പരിഹരിക്കുന്നതിന് ആവശ്യമുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷമാണ് ഇൻഡെക്സ് സ്കോറും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റാണ് സാധാരണ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റിനോടൊപ്പം തന്നെയാണ് ഇൻഡെക്സ് മാർക്കും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം പിന്നീടാണ് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ്, കോളേജ്, കോഴ്സ് ഓപ്ഷൻസ് നൽകേണ്ടത്. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ വെക്കാവുന്നതാണ്. നഴ്സിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജുകൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നൽകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് സെൽഫ് ഫിനാൻസ് ആയാലും ഗവൺമെൻറ് ആയാലും നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ സെൽഫ് ഫിനാൻസിൽ മെറിറ്റ് സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാലും OBC, SC/ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും ചില വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ 1000 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് മാത്രമാണ് ആ ഒരു ഫീസ് ആനുകൂല്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാധാ ഫീസ് തന്നെയായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.